ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് താൻ എന്തുകൊണ്ട് ഓടി എന്ന ചോദ്യങ്ങൾക്ക് പോലീസിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അരമണിക്കൂർ മുൻപേ ഹാജരായിട്ടുണ്ട്. മറുപടി പറയുന്നുണ്ടോ, മറുപടിയാണോ പറയുന്നതെന്നൊക്കെ ആർക്കറിയാം. അതെ, ഷൈൻ ആയതിനെ കൊണ്ട് നമുക്കൊന്നും ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ കഴിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ കുറച്ച് നേരത്തെ ദൃശ്യങ്ങളാണെങ്കിലും നമുക്ക് കാണാം. ആ ചോദ്യം ചെയ്യലിന് തല കുനിച്ചിരുന്ന് ഒരുപക്ഷെ മറുപടി പറയുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇരിക്കുന്ന ഷൈൻ ടോം ചാക്കോയെയാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അധികം സംസാരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. ചോദ്യം ചെയ്യലിനോട് ഇടയ്ക്ക് എന്തോ സംസാരിക്കുന്നുണ്ട്. തീർത്തും നിഷ്കളങ്കനായ നിരപരാധിയായ ഒരാളെ പോലെ അത്തരത്തിൽ ഒരു ശരീരഭാഷയാണ്. അതോ ഇങ്ങനെ പറ്റിപ്പോയി എന്നുള്ളതാണോ? തലകുനിച്ചാണ് ഇരിക്കുന്നത്. നേരത്തെ ശ്യാം പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട് അന്വേഷണ സംഘത്തോട്. എന്തായാലും വെള്ളം കുടിക്കുന്നുണ്ട് നന്നായി ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന്റെ സമയത്ത്. ഇനി അറിയേണ്ടത് ഈ ചോദ്യം ചെയ്യലിനോട് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. കൃത്യമായ നിയമോപദേശം തേടിയതിനു ശേഷമാണ് പൊള്ളാച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയത്, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതുതരം ചോദ്യങ്ങൾ വരും, അതിനോട് എങ്ങനെ പ്രതികരിക്കണം, എന്ത് മറുപടി പറയണമെന്ന് കൃത്യമായി തന്നെയുള്ളൊരു ധാരണ ഷൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പോലീസ്, നമ്മുടെ കേരള പോലീസിൽ ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യലിലൊക്കെ ഇനി എത്ര ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലും എത്ര പരിശീലനം കിട്ടിക്കഴിഞ്ഞാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരാളിൽ നിന്ന് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയാനുള്ള കഴിവ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ കഴിവ് പോലീസിന് ഉണ്ട്. പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ ഇത്തരത്തിൽ ലഹരിമരുന്ന് വിൽപ്പനക്കാർ, ഇത് ലഹരിമരുന്ന് മറ്റു ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ പോലീസ് ആരെയാണോ അന്വേഷിച്ചു പോയത് ആ ആളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്തിരിക്കാം. അതല്ല എങ്കിൽ ഇങ്ങനെ ഓടിപ്പോയതിന്റെ പേരിൽ മാത്രം ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് പോലീസിനെ അറിയാം. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് കുറച്ച് അധികം വിവരങ്ങളെങ്കിലും ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മറ്റു പലരിൽ നിന്നുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയോ ഒക്കെ പോലീസ് ചെയ്തിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. ഷൈനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഫോൺ കോൾ രേഖകളും ഷൈൻ ഈ കഴിഞ്ഞ 1 മാസം താമസിച്ച ഹോട്ടൽ മുറിയിൽ ആരൊക്കെ ഷൈനെ കാണാൻ സന്ദർശകരായി എത്തി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ പ്രൊഫൈൽ എന്താണ്, ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നലെ ഷൈന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയിട്ടുള്ളത്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവേദിയിലും ഒക്കെ കാണുന്ന ഷൈൻ ടോം ചാക്കോയെ അല്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് കാണുന്നത്. തല കുനിച്ചുകൊണ്ട് ഒരു നല്ല അനുസരണയുള്ള ഒരു കുട്ടിയായി ഇരിക്കുന്ന ഒരു ഷൈൻ ടോം ചാക്കോയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പക്ഷെ അധികം മറുപടി പറയുന്നതായി ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഒരു പക്ഷേ പല ചോദ്യങ്ങളോടും റിയാക്ട് ചെയ്യേണ്ട എന്നൊരു നിയമോപദേശം കിട്ടിക്കാണുമായിരിക്കും. കസ്റ്റഡിയിൽ എടുക്കില്ല, കാരണം ആ രീതിയിലുള്ള ഒന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ, ലഹരി ഉപയോഗിച്ചെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ചു എന്ന് തെളിയിക്കാൻ പാകത്തിലുള്ള ഒന്നും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഇല്ല എന്ന് ഷൈൻ അറിയുന്നുണ്ടാകും. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കില്ല, അങ്ങനെ നിയമ തടസ്സങ്ങൾ തനിക്ക് മുന്നിലുള്ള ഉണ്ടാകില്ല എന്ന കൃത്യമായ അറിവും ബോധ്യവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ നല്ല കുട്ടിയായി ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത്. എന്താണ് അങ്ങനെ ഓടാനുണ്ടായ കാരണം? എന്താണ് ഷൈൻ? എന്തോ ഓട്ടമായിരുന്നു, അങ്ങനെ ഒളിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഒളിക്കേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ ഒളിക്കേണ്ട കാര്യം എന്തായിരുന്നു? ആവർത്തിച്ച് എന്തൊരോട്ടമായിരുന്നു, ഓടി ഒളിക്കേണ്ട കാര്യം എന്താണെന്ന് രാഗിൻ ചോദിക്കണമെന്ന്. പക്ഷേ ഒരു മറുപടിയും ഒരു പ്രതികരണവും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഷൈൻ തയ്യാറായിട്ടില്ല. സാധാരണ ചോദ്യങ്ങളോട് എത്രത്തോളം അസഹിഷ്ണുതയോടുകൂടിയാണ്, എത്രത്തോളം ധിക്കാരപൂർവ്വം, എത്രത്തോളം പരിഹാസപൂർവ്വം ഒക്കെയാണ് ഷൈൻ്റെ മറുപടികൾ ഉണ്ടാവാറുള്ളതെന്ന് കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. അത് അഭിമുഖങ്ങളാണെങ്കിലും ശരി, പൊതുവേദിയാണെങ്കിലും ശരി, ഇനി എന്തെങ്കിലും സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിലും ശരി, ഷൈൻ്റെ ബോഡി ലാംഗ്വേജും മറ്റു താരങ്ങളുമായി ബന്ധപ്പെട്ട് എന്നും ആ രീതിയിൽ വേറിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഷൈൻ ടോം ചാക്കോയാണ് ഇന്ന് ഒന്നും മിണ്ടാതെ 10 മണിയായപ്പോൾ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോയത്. ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, അത് നാർക്കോട്ടിക്സ് വിഭാഗം ACP തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം പിന്നിടുന്നു. എത്ര നേരം ഇത് നീളും എന്നുള്ളത് അറിയില്ല.
മറ്റു പലരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും പോലീസ് ശേഖരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഷൈനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനോ അങ്ങനെ ആരെങ്കിലും മറ്റ് ഈ പോലീസ് സ്റ്റേഷനിലായിട്ട് വിളിച്ചതായിട്ട് നമുക്ക് വിവരമില്ല. അങ്ങനെ ആരും ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുമില്ല. ഷൈൻ ടോം ചാക്കോയെ മാത്രമാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 32 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയത്. സ്വാഭാവികമായും ഷൈന്റെ മറുപടി അനുസരിച്ച് ഉപചോദ്യങ്ങളും ഉണ്ടാകും. അതിന് എത്ര സമയമെടുക്കും, ആ ചോദ്യങ്ങൾക്കൊക്കെ ഷൈൻ മറുപടി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഒരു കൂടെ ആ റൂമിലുണ്ടായിരുന്ന ആളെ ഇതിന് മുൻപ് തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ആ റൂമിൽ നിന്ന് ഷൈന്റെ അമ്മ ചോദിച്ചതുപോലെ ആ റൂമിൽ നിന്ന് ലഹരിയൊന്നും നിങ്ങൾ കണ്ടെടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ചോദ്യം. പോലീസിന് പക്ഷേ സ്വാഭാവികമായും പോലീസിന് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. എന്നിട്ടും ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയെങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. 1 മണിക്കൂറിലധികമായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. തല കുനിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്ന ഷൈൻ ടോം ചാക്കോയെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഷൈൻ ആയതിനെ കൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്ത റൂമിൽ ഞാൻ താമസിച്ചു, എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ചാടിപ്പോയി, ഓടിപ്പോയി, അതിന് നിങ്ങൾക്ക് എന്താണ് എന്ന ഒരു മറു ചോദ്യം ചോദിച്ചാൽ പിന്നീട് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. എസ് രാഗിനും ശ്യാം പ്രസാദ് ഉത്തമനും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞു ശാസ്ത്രീയമായി പരിശോധനയിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ നിലവിൽ കഴിയില്ല, കാരണം 2 ദിവസം ഒളിവിലായിരുന്നു. അതോടൊപ്പം അവിടെ നിന്ന് ആ റൂമിൽ നിന്നൊന്നും പിടിച്ചെടുത്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ. പക്ഷേ എന്നിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൊഴികൾ ശേഖരിച്ച് കാണില്ലേ? സ്വാഭാവികമായിട്ടും പോലീസിന്റെ പക്കൽ ആകപ്പാടെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് ഓഫ് സംഘം ഈ റൂമിലേക്ക് എത്തിയപ്പോൾ ഷൈൻ ആ റൂമിൽ നിന്ന് ഓടി ഒളിച്ചു. ഈ കാര്യങ്ങളിൽ മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത്. മറ്റ് കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ വിൻസി അലോഷ്യസ് പങ്കുവച്ച കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷൈൻ്റെ പേര് ഉയർന്ന കാര്യങ്ങൾ, എന്തായാലും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായതിനാൽ തന്നെ ഈ കാര്യങ്ങളടക്കം ചോദിച്ചറിയുക എന്നതാണ്. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഇല്ലാത്തതാണ് ഷൈനിന് ഏറ്റവും അനുകൂലമായ ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഷൈൻ അഭിഭാഷകർക്കൊപ്പം എത്തുകയും ചെയ്തത്. ഈ അഭിഭാഷകർക്കൊപ്പം എത്തി ഈ ചോദ്യം ചെയ്യലിന് വിധേയനായി തിരികെ മടങ്ങിപ്പോകാം എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഷൈനിൻ്റെ മുമ്പിലുള്ളത്. അല്ലാതെ മറ്റ് യാതൊരുവിധ തെളിവുകളും തനിക്കെതിരെ ഇല്ല എന്ന് കൃത്യമായൊരു ബോധ്യം ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ട്. അക്കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഷൈൻ്റെ അഭിഭാഷകനും ഷൈനോട് പങ്കുവച്ചിട്ടുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിലിപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ ചോദ്യം മുനമ്പിൽ ഷൈൻ ടോം ചാക്കോ ഇരിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘം ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷൈനെ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതിൽ കൃത്യമായ രീതിയിൽ ഉറപ്പിക്കാൻ തക്ക തരത്തിലുള്ള ഏതെങ്കിലും ഒരു തെളിവുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ആ തെളിവിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ലഭ്യമാകുമോ എന്നതും അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നർക്കോട്ടിക് ACPയും അതോടൊപ്പം തന്നെ സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്, വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തുമ്പോ തെളിവുകളോ ഇയാളിൽ നിന്ന് ലഭ്യമാകുമോ എന്ന ഒരു പ്രതീക്ഷ പോലീസിൻ്റെ പക്കലുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1 മാസക്കാലത്തെ ഫോൺ രേഖകളടക്കം പോലീസിൻ്റെ പക്കലുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ കൊച്ചിയിൽ ഷൈൻ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഷൈൻ ഇവിടെ താമസിച്ചപ്പോൾ ഷൈനെ കാണാൻ വന്ന ആളുകളുടെ വിശദാംശങ്ങൾ, ഇതൊക്കെ അടക്കം ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യാവലി തന്നെയാണ് ഷൈൻ്റെ മുമ്പിൽ പ്രധാനമായിട്ടും ചോദിച്ചറിയുക. ACP വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുൻകാല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വിശദമായ രേഖകളടക്കം പോലീസിൻ്റെ പക്കലുണ്ട്. നേരത്തെ കൊക്കൈൻ കേസ് അടക്കം ഈ തെളിവുകളുടെ അഭാവത്തിലും അതോടൊപ്പം തന്നെ പോലീസിൻ്റെതായ രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടാണ് ആ കേസിൽ നിന്ന് ഷൈൻ കുറ്റമുക്തനാക്കപ്പെട്ടതിന് കാരണക്കാർ തന്നെ പോലീസാണ് എന്ന് സമൂഹത്തിനിടയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ പരക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു പഴുതടച്ച് ചോദ്യം ചെയ്യൽ എന്ന് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പോലീസ് അത്തരത്തിൽ മുമ്പേ കാലയെ കൂട്ടി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ എടുത്ത്
ഇതിൽ നിന്ന് ആരായുന്നത്. എന്തായാലും തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഈ ഘട്ടത്തിൽ ഷൈനെ അറസ്റ്റ് ചെയ്യാൻ തക്ക തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല എന്ന ബോധ്യം ഷൈനുണ്ട്. അത് കൃത്യമായ നിയമോപദേശവും ഷൈന് ലഭിച്ചു കാണണം. കാരണം പൊള്ളാച്ചിയിലായിരുന്ന സമയത്ത് കൊച്ചിയിലെ പ്രമുഖ അഭിഭാഷകരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.